നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലയിൽ 57,704 വിദ്യാർത്ഥികളാണ് ഇരുവിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതുന്നത്. കല്ലൂരാവിയിൽ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവം. ഭർത്താവിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസ്. ജിന്നുമ്മയും ഭർത്താവും ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ജില്ലയിലെ ഹിന്ദി അധ്യാപകർക്കുള്ള യാത്രയയപ്പും അക്കാദമിക് കലണ്ടർ പ്രകാശനവും കാഞ്ഞങ്ങാട്ട് നടന്നു. ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം. കാഞ്ഞങ്ങാട് തുളിച്ചേരി കുമണാർകളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഫലധാന്യ ഭക്ഷ്യവസ്തുക്കൾ ദേവീ സന്നിധിയിലേക്ക് എത്തിച്ച് കലവറ നിറച്ചു. പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കലും സാംസ്കാരിക സമ്മേളനങ്ങളും പൂർത്തിയായി. കിഴക്കൂലം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തുളിർവനം ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി പൂക്കാർ സംഘം കുന്നുകയറി കിഴക്കൂലോത്തെത്തി. ക്ഷേത്രസന്നിധിയിൽ മുന്നായരീശ്വരന്റെ തിറ അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലയിൽ 57,704 വിദ്യാർത്ഥികളാണ് ഇരുവിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതുന്നത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിർണായകമായ പരീക്ഷാകാലത്തിന് തുടക്കമായി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കാണ് തിങ്കളാഴ്ച തുടക്കമായത്. രാവിലെ 9:30ക്കാണ് SSLC പരീക്ഷ ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് 1:30ക്കും ആരംഭിച്ചു. 57,704 വിദ്യാർത്ഥികളാണ് ഇരുവിഭാഗങ്ങളിലുമായി കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറിയിൽ 37,123 കുട്ടികളും SSLCയിൽ 20,581 കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. ജില്ലയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2 വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുമായി 20,581 കുട്ടികൾ ജില്ലയിൽ പരീക്ഷ എഴുതുകയാണ്. അതിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുമായി 11,499 പേരും, കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നായി 11,499 പേരും, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നായി 9,082 കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. 66 സർക്കാർ സ്കൂളുകളും 33 എയ്ഡഡ് സ്കൂളുകളും 6 അൺഎയ്ഡഡ് സ്കൂളുകളും അടക്കം 106 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കായി ജില്ലയിൽ സജ്ജമാക്കിയിരുന്നത്. റെഗുലർ, ഓപ്പൺ സ്കൂൾ എന്നിവയിൽ +2-ന് 18,704 കുട്ടികളും +1-ന് 18,419 കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന 13,359 കുട്ടികൾ കൂടിയാകുമ്പോൾ പരീക്ഷാർത്ഥികളുടെ എണ്ണം 50,482 ആകും. 26 വരെയാണ് +2 പരീക്ഷ. 6 മുതൽ 29 വരെയാണ് +1 പരീക്ഷ. മുൻവർഷം സെപ്റ്റംബറിൽ നടത്തിയ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇതാദ്യമായാണ് മാർച്ചിൽ നടത്തുന്നത്. +2-ന് റെഗുലർ വിദ്യാർത്ഥികൾ 15,586-ഉം പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ 1,229 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ റെഗുലറായി പഠിക്കുന്ന 1,515-ഉം പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ 367 കുട്ടികളും പരീക്ഷ എഴുതും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്ലൂരാവിയിൽ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാഖിന്റെ മാതാവ് നഫീസ, സഹോദരിമാരായ റുഖിയ, ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കല്ലൂരാവിയിലെ 21 വയസ്സുകാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ മാസം 21-നാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി സന്ദേശം അയച്ചത്.
മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് മുത്തലാഖിൽ കേസ്. ഇതിനു പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാഖിന്റെ മാതാവ് നഫീസ, സഹോദരിമാരായ റുഖിയ, ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് കോടതിയിൽ യുവതി നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരുടെ കൊടിയ പീഡനത്തിനാണ് ഇരയാകേണ്ടി വന്നതെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. 2022 ആഗസ്റ്റ് 11 ഇവരുടെ വിവാഹം നിയമപ്രകാരം നടന്നത്. നിലവിൽ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട്ടെയും അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ജിന്നുമ്മയും ഭർത്താവും ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 1758 പേജുകളുള്ള കുറ്റപത്രത്തിന് പ്രതികൾക്കെതിരെ 1,46,000 ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി. പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ 5 പ്രതികൾക്കെതിരെ DCRB ഡിവൈഎസ്പി KJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. 1758 പേജുകളുള്ള കുറ്റപത്രത്തിൽ 266 സാക്ഷിമൊഴികളും 1.46 ലക്ഷം ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. 5 വാഹനങ്ങൾ, 137 പവൻ സ്വർണം എന്നിവയും അന്വേഷണ സംഘം ഹാജരാക്കി. 1 മുതൽ 5 വരെ പ്രതികളായ മാങ്ങാട് കൂളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉവൈസ് എന്ന ഉബൈസ്, ഭാര്യ ജിന്നുമ്മ എന്ന ഷമീന, പൂച്ചക്കാട്ടെ അസ്നിഫ, മദൂർ കൊല്ലിയയിലെ ആയിഷ, പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ PS സൈഫുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ഇതിൽ ആയിഷയ്ക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. മറ്റ് 2 പ്രതികളായ ഉവൈസ്, ഷമ്മാസ് എന്നിവർ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 14 രാത്രിയിലാണ് അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഖബറടക്കം നടത്തിയ മൃതദേഹം മകന്റെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. മന്ത്രവാദത്തിന്റെ പേരിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തല ഭിത്തിയിലിടിച്ചായിരുന്നു കൊലപാതകം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഓട്ടോറിക്ഷകളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പോകുമ്പോൾ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിച്ചിരിക്കണമെന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA റഹ്മാന്റെ അധ്യക്ഷതയിൽ CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ധാരാളം പണം ചെലവഴിച്ചുകൂടാ, അവന്റെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ നിലയിൽ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നയമാണ് ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കേണ്ടത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, TV വിനോദ്, CH കുഞ്ഞമ്പു, P കൃഷ്ണൻ, P രാഘവൻ, UK പവിത്രൻ, ലോഹിതാക്ഷൻ, KT, T സുഭാഷ്, K സതീശൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ ഹിന്ദി അധ്യാപകർക്കുള്ള യാത്രയപ്പും അക്കാദമിക് കലണ്ടർ പ്രകാശനവും കാഞ്ഞങ്ങാട്ട് നടന്നു. ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കാസർഗോഡ് ജില്ലയിലെ UP ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകരായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ജില്ലാതല യാത്രയയപ്പ് സമ്മേളനം നടന്നു. ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പോകുന്ന സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും വാക്കിലൂടെ ആദ്യത്തിലൂടെ ശ്രമിച്ച് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇതേ കാര്യമായിരിക്കുന്നത്. അവിടെയും പങ്കെടുത്ത് ആണ് ഞാൻ മൂന്നാമത്തെ ചാനൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചാനലുകളിലേക്ക് ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ പ്രസിഡന്റ് K സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. 2025-26 വർഷത്തെ ഹിന്ദി അക്കാദമിക കലണ്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രകാശനം ചെയ്തു.
ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി കെ ഷൈനി ടീച്ചർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ TMV മുരളി, EV ഹരീഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ PK ബാലചന്ദ്രൻ, GK ഗിരീഷ്, ജില്ലാ സെക്രട്ടറി ടൈറ്റസ് V തോമസ്, ജില്ലാ അക്കാദമിക സമിതി കൺവീനർ വിദ്യ, ഹോസ്ദുർഗ് ഉപജില്ലാ പ്രസിഡന്റ് അശ്വതി K, സെക്രട്ടറി ഗീത PK, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന EV ആനന്ദകൃഷ്ണൻ, TV ശ്രീനിവാസൻ, K സുരേശൻ, ചന്ദ്രാവതി K, രാജലക്ഷ്മി VM, ലീല KV, സുരേഷ് കുമാർ P എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും അക്ഷരകേരളത്തിന്റെ ശില്പിയുമായ PN പണിക്കരുടെ ജന്മദിനം കാൻഫെഡും PN പണിക്കർ ഫൗണ്ടേഷനും സാമൂഹ്യ പ്രവർത്തക ദിനമായി ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ ജില്ലാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ K ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ PN പണിക്കരുടെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റിയുടെ P കുഞ്ഞിരാമൻ വക്കീൽ പുരസ്കാരം നേടിയ ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്ററെ അനുമോദിച്ചു. തൃക്കരിപ്പൂരിൽ ജില്ലാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അത് തൻ്റെ കർമ്മപദത്തിൽ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഗാന്ധിയൻ വിശ്വാസം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട KV രാഘവ മാസ്റ്റർ. ആ KV രാഘവ മാസ്റ്റർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചു എന്നത് നമുക്ക് ആഹ്ലാദമുണ്ടാക്കുന്നതാണ്, അഭിമാനമുണ്ടാക്കുന്നതാണ്. ആ ആഹ്ലാദ അഭിമാനത്തോടെ ഈ അനുമോദന ചടങ്ങിൽ പുരസ്കാരം ഞാൻ KV രാഘവ മാഷെ സ്നേഹപുരസ്കാരം ഏൽപ്പിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E രാഘവൻ, രാമകൃഷ്ണൻ മോനാച്ച, T തമ്പാൻ, M നാരായണൻ, രാഘവൻ കുളങ്ങര, ഉറുമിസ് തൃക്കരിപ്പൂർ, C ദാമോദരൻ, K സഹദേവൻ, പ്രസാദ് ഒളവറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വെള്ളിക്കോത്ത് കാരക്കുഴി ലിറ്റിൽ ബേർഡ്സ് ഇംഗ്ലീഷ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇരുപത്തഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിച്ച് വെള്ളിക്കൂത്ത് കാരക്കുഴി ലിറ്റിൽ ബേർഡ്സ് ഇംഗ്ലീഷ് സ്കൂൾ. രാമനും ഖദീജയും മൂവി ഫെയിം ഡോക്ടർ ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. നന്ദി പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സ്ഥാപനം ഇത്രയും നാൾ, ഒരു 25 വർഷം, ഒരു ചെറിയ കാലയളവല്ല, അത്രയും നാൾ മുന്നോട്ട് പോകാന്നുള്ളത് തന്നെ ഈ സ്കൂളിലെ അധ്യാപകരുടെയും ബാക്കി പ്രവർത്തകരുടെയും PTA മാനേജ്മെൻറ്റും അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം തന്നെ ആയിരിക്കണം ഇത്രയും നാളത് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടുത്തെ കുട്ടികളെയും ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ ടീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റീൽസിലൊക്കെ കാണാറുണ്ട് ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ ആടുകയും പാടുകയൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ കാലത്തൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ അവർ മോശമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയല്ല. നാരായണ ഭട്ട് മാസ്റ്റർ വെള്ളിക്കൂത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ പ്രഭാ വിനോദ് സ്വാഗതം പറഞ്ഞു. മലബാർ എഡ്യൂക്കേഷൻ സൊസൈറ്റി അംഗം ജയകുമാർ, ശ്രീജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.
ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ 18ാം ചരമവാർഷിക ദിനാചരണം. കാഞ്ഞങ്ങാട് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വീകാര്യനായ വ്യക്തിത്വമായ ഉമ്മൻചാണ്ടിയെ പോലെ കാഞ്ഞങ്ങാട്ടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വീകാര്യനായിരുന്ന വ്യക്തിത്വമാണ് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ 18ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിലെ ആളുകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ചുറ്റുവട്ടമുള്ള സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും നല്ല പൊതുപ്രവർത്തനവുമായി മുമ്പോട്ട് പോയേക്കാം. കാലം മാറുമ്പോൾ അതനുസരിച്ച് പൊതുപ്രവർത്തകരൻ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ മുമ്പോട്ട് നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇവിടെ ശ്രീ ബാലകൃഷ്ണൻ നായരെ അനുസ്മരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കലാ സാംസ്കാരിക സമിതി ഉണ്ടാക്കി ആ സമിതി മുമ്പോട്ട് പോകൊണ്ടിരിക്കുക. സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർമാരെ ആദരിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KPCC സെക്രട്ടറി M അസ്നാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, ഡോക്ടർ V ഗംഗാധരൻ, ഹംസ പുതിയകോട്ട, NK രത്നാകരൻ, VV സുധാകരൻ, T കുഞ്ഞികൃഷ്ണൻ, മോഹനൻ നായർ, PV തമ്പാൻ, അഡ്വക്കേറ്റ് ബാബുരാജ്, TV നാരായണ മാരാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ചുള്ളിമൂല വണ്ണാർവളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊരുങ്ങുന്നു. കമ്മിറ്റി വിപുലീകരണവും മാതൃസമിതി രൂപീകരണ യോഗവും നടന്നു. മടിക്കൈ ചുള്ളിമുല വണ്ണാർവളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊരുങ്ങുന്നു. നാട്ടുകാരുടെയും ക്ലബ്ബ്, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ, മറ്റ് വിവിധ കൂട്ടായ്മകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കമ്മിറ്റി വിപുലീകരണവും മാതൃസമിതി രൂപീകരണ യോഗവും നടന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവന് ജീവിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവന് വഴി നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാവപ്പെട്ടവന് ഒന്നിരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ സമരം നടത്തിയ നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലാണ് ജനകീയ കൂട്ടായ്മക്ക് പുതിയ തുടക്കം പ്രിയപ്പെട്ടവരെ നാം ഉയർത്തിക്കാട്ടിക്കുന്നത്. നമ്മുടെ എല്ലാ ഉത്സവങ്ങളും ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറത്താകണം. നാം ഓർക്കേണ്ടത് ഗുരുവായൂരം അമ്പലത്തിൽ തെക്കേ ഗോപുരം നടക്കുന്നത് തീപിടിച്ചപ്പോൾ അന്ന് ഗുരുവായൂർ ജുമാ മസ്ജിദിൽ നിന്ന് മുഴങ്ങിക്കെട്ട പങ്കുവിളിയുണ്ട്. ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, ആ സമയത്തുള്ള പങ്കുവിളി അപകട സൂചനയാണ് എന്ന്. ഫണ്ട് ഉദ്ഘാടനം സുധാകരൻ പൊത്തങ്കൈ നിർവഹിച്ചു. സെക്രട്ടറി സുകുമാരൻ പീടിക സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ശശി PT അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ കാണൂത്ത്, T രാജൻ, ശ്രീനിവാസൻ KV, മടത്തനാട്ട് രാജൻ, നെട്ടൂർ കൃഷ്ണൻ, ബിജു P, രഞ്ജിത്ത് KR, സത്യൻ, റനീഷ് PT, M നാരായണൻ നായർ, ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയമ്പാറയിൽ കർഷക വിപണി പാൽ ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ ചെറുകിട സംരംഭം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വ്യവസായ വകുപ്പിന്റെ സംരംഭക സഹായ പദ്ധതി പ്രകാരം വാണിയംപാറയിൽ കർഷക വിപണി പാലുൽപ്പന്നങ്ങൾ എന്ന പേരിൽ ചെറുകിട സംരംഭം ആരംഭിച്ചു. പരിശുദ്ധമായ നാടൻ പാല്, തൈര്, മോര്, സംഭാരം, സിപ്പപ്പ്, ഐസ്, പേട തുടങ്ങിയവ നിർമ്മിച്ച വിപണിയിലെത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. എല്ലാവർക്കും ഔദ്യോഗികമായി തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വിവിധ മേഖലകളിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കി കൊടുക്കുക എന്ന കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അതിനാവശ്യമായിട്ടുള്ള സബ്സിഡികളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നു, ആവശ്യമായിട്ടുള്ള വായ്പകൾ നൽകുന്നു, സാങ്കേതിക പരിജ്ഞാനം നൽകുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് 21 വാർഡ് മെമ്പർ ഇർഷാദ്, രാവണേശ്വരം KVSS പ്രസിഡന്റ് KV കൃഷ്ണൻ, മുൻ വാർഡ് മെമ്പർ P കൃഷ്ണൻ, ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ മീനു മധു, ക്ഷീരവികസന ഓഫീസർ V മനോഹരൻ, ചങ്ങമ്പുഴ കലാകായികവേദി പ്രസിഡന്റ് K അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സംരംഭകനായ P വിജയൻ വാണിയംപാറ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1986-87 SLC ബാച്ച് കുടുംബസംഗമം നടന്നു. അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSC ബാച്ച് 1986-87 ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാനും ബാച്ച് ഗുരുനാഥനുമായ K കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വർഷത്തിന് മുമ്പുള്ള രാവണേശ്വരത്തിന്റെ സന്തതികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പഴയകാലം തീർച്ചയായിട്ടും നമുക്ക് പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ തന്നിരിക്കുന്ന ആ ഓർമ്മകൾ കഴിഞ്ഞുപോയ കാലങ്ങളിലെ അത് സന്തോഷത്തിൻ്റെതായാലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായാലും ആ ഓർമ്മകൾ മനസ്സിൽ വീണ്ടും നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവം സന്തോഷം നൽകുന്നതായിരിക്കും ഒരു സംശയം. കരുണാകരൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. A ഉണ്ണികൃഷ്ണൻ, K സുരേഷ് കുമാർ, T രാജൻ, T ലോഹിതാക്ഷൻ, TP പ്രമോദ്, രവീന്ദ്രൻ രാവണേശ്വരം, CV ഗംഗാധരൻ, AV പവിത്രൻ, K ബാലകൃഷ്ണൻ, ശോഭന പാണന്തോട് എന്നിവർ സംസാരിച്ചു. ബാച്ച് അംഗങ്ങളുടെ മക്കളിൽ മികവ് തെളിയിച്ച ഡോക്ടർ NK കീർത്തന, അഞ്ജന P സുരേഷ്, TP ആർച്ച, MP ദിയ, B ഭവ്യ, B അരുണിമ, TP ആദികേഷ്, ശ്രീരാജ് ശശിധരൻ എന്നിവരെ അനുമോദിച്ചു. KV ഹൈമവതി സ്വാഗതവും TV നിർമ്മല നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ മേഖലകളിൽ അംഗീകാരങ്ങളും പദവികളും നേടിയവർക്ക് ഉദിനൂർ സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരവൊരുക്കി. പ്രമുഖ പണ്ഡിതൻ പ്രൊഫസർ മുഹമ്മദ് സാലിഹ് സഅദി ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂവി അഡ്മിറൽസ് അസോസിയേഷന്റെ 2024 മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തക പുരസ്കാരം നേടിയ ഉദിനൂരിലെ AG കമറുദ്ദീൻ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നീലേശ്വരത്തെ ഷംസുദ്ദീൻ അരിഞ്ചിറ എന്നിവരെ ഉദിനൂർ സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രമുഖ പണ്ഡിതൻ പ്രൊഫസർ മുഹമ്മദ് സാലിഹ് സഅദി ഉദ്ഘാടനം ചെയ്തു. ശനിയോ ഞായറോ വേണ്ടത്, ശനി പ്രവൃത്തി ദിവസമാകാൻ സാധ്യതയുണ്ട്. 15-ാം തീയതി 3-ാം ശനിയാ വരുന്നത്. ആ കണക്കിന് 16-ാം തീയതി ഞായറാഴ്ച നമ്മളെ പരിപാടി രാവിലെ 10 മണിക്ക് വച്ചാൽ പതിനിയത്തും ദിക്റുകളും മരിച്ചവർക്കുള്ള ദുആയും എല്ലാം നടത്തും. വൈകുന്നേരം നോമ്പ് തുറയുമാക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ പ്രധാനാധ്യാപകൻ ഹുസൈൻ സഖാഫി അധ്യക്ഷനായി. TKC മുനീർ മിസ്ബാഹി, ഇബ്രാഹിം അമാനി, നിസാർ മിസ്ബാഹി, AG താജുദ്ദീൻ മൗലവി, അബ്ദുൽ ഖാദർ സഅദി, ഹംസ മൗലവി പിലാവളപ്പ്, TP അബ്ദുൽ സലാം ഹാജി, N അബ്ദുൾ റഷീദ് ഹാജി, TC ഇസ്മായിൽ, റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു. AG കമറുദ്ദീൻ, ഷംസുദ്ദീൻ അരിഞ്ചിറ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത്, സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ആദരവൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു.
കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടികളിൽ ആവേശമുണർത്തി. കിളിക്കൊഞ്ചൽ എന്ന പേരിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പ്രീ പ്രൈമറി കലോത്സവം ശ്രദ്ധേയമായി. ബേക്കൽ BPC ദിലീപ് കുമാറാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. കരക്കക്കുണ്ട്, കൊടവലം, എക്കാൽ, കണ്ണാങ്കോട്ട്, എടമുണ്ട, പൊള്ളക്കട, കേളോത്ത്, തട്ടുമ്മൽ എന്നിവിടങ്ങളിലെ അംഗൻവാടിയിലെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് കയ്യടി നേടി. പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങി നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം. ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവും. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നാടിന്റെ ഉത്സവം ആഘോഷമാക്കാനുള്ള അവസാനത്തെ ഘട്ട പ്രവർത്തനങ്ങളിലാണ് ഭക്തസമൂഹം. ഐതിഹ്യങ്ങളുടെയും പൂർവാചാരങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം കാസർഗോഡൻ സംസ്കാരം പുതുതലമുറയെ അറിയിക്കുന്ന വിധമാണ് പെരുങ്കളിയാട്ട മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവുക. മാർച്ച് 9 കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരും. എല്ലാ വർഷവും വൃശ്ചികം 15, 16 തീയതികളിൽ ആണ്ടുകളിയാട്ടം നടക്കാറുണ്ട്. ഈ ആണ്ടുകളിയാട്ടത്തിൽ കേണമംഗലം ഭഗവതിയും ഗുളികനും നാഗരാജാവും നാഗകന്യകയും ഒഴികെയുള്ള 9 തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത്. നാഗരാജാവും നാഗകന്യകയും ഗുളികനും കേണമംഗലം ഭഗവതിയും പെരുങ്കളിയാട്ട സമയങ്ങളിൽ മാത്രമാണ് കെട്ടിയാടുക. ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി മാർച്ച് 9 തീയതി രാവിലെ 11-നും 11:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത്. ആറ് ദിവസത്തേക്കുമുള്ള പെരുങ്കളിയാട്ടത്തിൻ്റെ മാർച്ച് മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലെ അന്നദാനം ഒരുക്കുന്നത് പഴയടം മോഹനൻ നമ്പൂതിരിയാണ് എന്ന പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും വിവിധ കലാസാംസ്കാരിക പരിപാടികളുണ്ട്. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നൃത്തം മാർച്ച് 6 തീയതി ഭാരത് ഭവനും ഇവിടെ ഒരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ പുതിയ തലമുറക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുത്ത് അതിലേക്ക് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും കൊണ്ടുവരിക എന്ന ഒരു എളിയ ലക്ഷ്യവും ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ട് എന്ന് വിനയപരിസരം അറിയിക്കുകയാണ്. ജാതി മതങ്ങൾക്കതീതമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. പാചക കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന് 5 ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരും. ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ പന്തലും സജ്ജമാക്കിയിട്ടുണ്ട്. മാർച്ച് 4 മുതൽ 9 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി അന്നദാനത്തിനുള്ള വിഭവങ്ങൾ കലവറയിലേക്ക് എത്തിച്ചു. കാഞ്ഞങ്ങാട് തുളിച്ചേരി ശ്രീ കുമ്മണാർക്കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഫലധാന്യ ഭക്ഷ്യവസ്തുക്കൾ ദേവീ സന്നിധിയിലേക്ക് എത്തിച്ച കലവറ നിറച്ചു. മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ പള്ളിക്കര കേണമംഗലം ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ അന്നദാനത്തിനുള്ള കലവറ നിറഞ്ഞു. ആചാരപ്പെരുമയിൽ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പ്രധാന കലവറ ഘോഷയാത്ര തുടങ്ങിയത്. ആചാരസ്ഥാനികരുടെ അകമ്പടിയിൽ വിവിധ കഴകങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രത്തിലെ അവകാശ തറവാടുകളുടെയും നേതൃത്വത്തിൽ മുത്തുക്കുടകളുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെ വർണ്ണാഭമായ കലവറ ഘോഷയാത്ര നടന്നു. ക്ഷേത്രം കോയ്മ തറവാടായ കൊണോത്ത് തറവാട്ടിൽ നിന്നാണ് ആദ്യം വിഭവങ്ങൾ കലവറയിലേക്ക് എത്തിച്ചത്. തുടർന്ന് കാഞ്ഞങ്ങാട് തുളിച്ചേരി ശ്രീ കുമ്മണാർക്കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഫലധാന്യ ഭക്ഷ്യവസ്തുക്കൾ ദേവീ സന്നിധിയിലെത്തിച്ച് കലവറ നിറച്ചു. വിവിധ കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടുകളും കേണമംഗലം UAE കമ്മിറ്റി ഉൾപ്പെടെ വിവിധ കമ്മിറ്റികളും കലവറ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കലും സാംസ്കാരിക സമ്മേളനങ്ങളും പൂർത്തിയായി. ഒളവറ മുണ്ട്യ, കൂലേരി മുണ്ട്യ, പേക്കടം കുറുവാപ്പള്ളിയാറ, തടിയൻകോവൽ മുണ്ട്യ, പടന്ന മുണ്ട്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളാണ് ഇതിനകം നടന്നത്. അരിയും പച്ചക്കറികളും ഉൾപ്പെടെ അന്നദാനത്തിനായുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി ആയിരങ്ങൾ തലച്ചുമടായും വാഹനങ്ങളിലും രാമവല്യം പെരുങ്കളിയാട്ട കലവറയിലേക്ക് ആഘോഷപൂർവ്വം എത്തിക്കുകയാണ്. പാരമ്പര്യ രീതിയിൽ നടക്കുന്ന കലവറ ഘോഷയാത്രകളിൽ വിവിധ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും സംഗീതവും അകമ്പടിയായുണ്ട്. കുട്ടികളും യുവതീ യുവാക്കളും മുതിർന്നവരും ഒരു മനസ്സോടെ ഡ്രസ് കോഡുകളിൽ ഒരുങ്ങിയെത്തുന്നതിന് എല്ലാ കീഴ്ഘടക ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും വനിതാ കമ്മിറ്റികളും ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന സാംസ്കാരിക സദസ്സുകളിലും കലാസാംസ്കാരിക പരിപാടികളിലും വൻജന പങ്കാളിത്തവും പെരുങ്കളിയാട്ടത്തിന്റെ ജനകീയത വിളിച്ചോതുന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 5 മുതൽ 12 വരെ ഈ ഒരു പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ അത് കേരളത്തിന് ഏറെ മാതൃകാപരമായിട്ടുള്ള മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിനു മുമ്പേ തന്നെ ഇതിന്റെ സംഘാടകരിൽ മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിന് ഈ സംഘാടകരെ പ്രത്യേകം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് സാമ്പത്തിക കമ്മിറ്റി കൺവീനർ KV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അനിൽകുമാർ, കഴകം ഭക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് PK സുനിൽകുമാർ, പടന്ന മുണ്ട്യ ദേവസ്വം സെക്രട്ടറി KV ഷാജി, സംഘാടക സമിതി കൺവീനർ VV രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പടന്ന മുണ്ട്യ കൂട്ടായ്മയുടെ കലാസന്ധിയും രാമവല്യം ഗ്രാമം വനിതാവേദിയുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കിഴക്കൂലം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തുളുർവനം ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി പൂക്കാർ സംഘം കുന്നുകയറി കിഴക്കൂലത്തെത്തി. അടോട്ട് മൂത്തേടത്തുകുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പൂക്കാർ സംഘം കാൽനടയായി സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിലെത്തിയത്. പാരമ്പര്യ തനിമ നെഞ്ചേറ്റി ഇത്തവണയും അടോട്ട് മൂത്തേടത്തുകുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നുമുള്ള പൂക്കാർ സംഘം കാൽനടയായി സഞ്ചരിച്ച് കിഴക്കൂലത്തെത്തി. ഓലമിടഞ്ഞ് മനോഹരമായി മെടഞ്ഞുണ്ടാക്കിയ കൂട്ടയിൽ നിറയെ ചെക്കിപ്പൂക്കളുമായി സംഘം കിലോമീറ്ററുകൾ നടന്നാണ് കിഴക്കൂലത്തെത്തിയത്. കലശം ജമീക്കാനിലെ പൂവാണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കിപ്പൂ. അപ്പോൾ കലശത്തിന് വേണ്ടുന്ന കവുങ്ങിൻ്റെ പൂ നമ്മൾ അവിടെ നിന്ന് പൂവിന് പോലുണ്ട് കുന്നനംകാട്ടേക്ക്. അവിടെ നിന്ന് പൂ കൊണ്ടുവന്നിട്ട് 6ാം കളിയാട്ടായിട്ടുള്ള കലശം, പിന്നെ അതേപോലെ തന്നെ 8ാം കളിയായിട്ടുള്ള കലശം, അത് അവകാശമായിട്ടുള്ള ആളാണ് എടുക്കേണ്ടത്.
ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും അടങ്ങുന്ന സംഘമാണ് യാത്ര നടത്തിയത്. പരമ്പരാഗത പാതയിലൂടെയായിരുന്നു യാത്ര. പാണത്തൂർ കാട്ടൂർ തറവാട്ടിൽ ഇവരെ എതിരേറ്റു. രാത്രിയിലാണ് മഞ്ഞടുക്കം തുളുർവനം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. 6ാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റ് ചടങ്ങുകൾക്കും ഇവരെത്തിച്ച പൂക്കൾ ഉപയോഗിക്കും. 29ാം വർഷവും പൂക്കൊട്ട തലയിലേന്തിയത് മധു കിഴക്കേ വെള്ളിക്കൂത്താണ്. പൂക്കാർ സംഘം യാത്ര തിരിക്കുന്നത് കാണുവാനെത്തിയത് നിരവധി പേരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ കിഴക്കൂലവും മഞ്ഞടുക്കം കോവിലകം തുളുർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം. മുന്നായരീശ്വരന്റെ തിറ അരങ്ങിലെത്തി. പാണത്തൂർ കിഴക്കൂലോം മഞ്ഞടുക്കം കോവിലകം ശ്രീ തുളുർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുന്നായരീശ്വരന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി. തുടർന്ന് രാവിലെ മുന്നായരീശ്വരന്റെ തിറ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ചൊവ്വാഴ്ച വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ബുധനാഴ്ച വൈകിട്ട് മുന്നായരീശ്വരന്റെ മുടിയെടുക്കും. സമാപന ദിവസമായ 8ാം കളിയാട്ട ദിനമായ വ്യാഴാഴ്ച ശ്രീ തുളുർവനത്ത് ഭഗവതിയമ്മയും ക്ഷേത്രപാലകനീശ്വരനും അരങ്ങിലെത്തും. ആചാരക്കാരുടെ കലശവും നടക്കും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കാലിച്ചാനടുക്കം മയ്യങ്ങാനം കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. പ്രസിദ്ധമായ കാലിച്ചാനടുക്കം മയ്യങ്ങാനം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങളാണ് അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. ആദ്യ ദിനത്തിൽ തൊണ്ടച്ചൻ തെയ്യം, മലവീരൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടവും കുളിച്ചുതോറ്റവും അരങ്ങിലെത്തി. കുടുംബത്തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന ദിവസം പഞ്ചുരുളി, പിലിച്ചാമുണ്ടിയമ്മ, കരിഞ്ചാമുണ്ടിയമ്മ, കുഞ്ഞിക്കോരൻ, കുടുംബത്തെയ്യം, രക്തചാമുണ്ടിയമ്മ, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. വൈകിട്ട് നടന്ന വിളക്കിലരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സിൽ നൂർ റമദാൻ സെയിലിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഇമാം ആസിഫ് ദാരിമി അൽ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്തെ ഫാഷന്റെ പര്യായമായി മാറിയ ഇമ്മാനുവൽ സിൽക്സിൽ ചെറിയ പെരുന്നാളിന്റെ ഭാഗമായുള്ള നൂർ റമദാൻ സെയിലിന് ആരംഭമായി.
റംസാൻ ആഘോഷങ്ങൾക്ക് പകിട്ടേകുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷനാണിത്. അതോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും വൻ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പെരുന്നാൾ ദിനങ്ങളെ വർണ്ണാഭമാക്കാൻ ഏറ്റവും ട്രെൻഡി ലാച്ചകളുടെയും ഗൗണുകളുടെയും കുർത്തകളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. പിഞ്ചോമനകളുടെ ഫാഷൻ വസ്ത്രങ്ങൾക്ക് മിഴിവേകുവാൻ പുതുപുത്തൻ കളക്ഷൻസ്, ടീനേജിന്റെയും യൂത്തിന്റെയും ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറം പകരുവാൻ മാർക്കറ്റിലെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ന്യായമായ വിലയിൽ കസ്റ്റമേഴ്സിന് ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ നൂർ റമദാൻ സെയിലിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ടൗൺ ജുമാ മസ്ജിദിലെ ഇമാം ആസിഫ് ദാരിമി അൽ അസ്കരി നിർവഹിച്ചു. അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു പ്രകാശം പരത്തുന്ന തരത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ആദ്യമായി ആശംസിക്കാൻ. അതേപോലെ തന്നെ ഈ വൃതാരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നാടും എല്ലാം എല്ലാത്തിനും ഒരു ഉണർത്തലാണ്. മനുഷ്യന്മാർ മാറാനുള്ളവരാണ് എന്നുള്ള ഒരു ഉണർത്തലും കൂടിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ ഭാഗമാവുക എന്ന് പറയുന്നത് തീർത്തും നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, CP ഫൈസൽ, മുത്തൽ നാരായണൻ, ഷോറൂം മാനേജർ T സന്തോഷ്, M ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലയിൽ 57,704 വിദ്യാർത്ഥികളാണ് ഇരുവിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതുന്നത്. കല്ലൂരാവിയിൽ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവം. ഭർത്താവിനെതിരെ ഹോസ്ദുർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസ്. ജിന്നുമ്മയും ഭർത്താവും ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ജില്ലയിലെ ഹിന്ദി അധ്യാപകർക്കുള്ള യാത്രയയപ്പും അക്കാദമിക് കലണ്ടർ പ്രകാശനവും കാഞ്ഞങ്ങാട്ട് നടന്നു. ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പെരുങ്കളിയാട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം. കാഞ്ഞങ്ങാട് തുളിച്ചേരി കുമണാർക്കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഫലധാന്യ ഭക്ഷ്യവസ്തുക്കൾ ദേവീ സന്നിധിയിലേക്ക് എത്തിച്ച് കലവറ നിറച്ചു. പെരുങ്കളിയാട്ട് മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കലും സാംസ്കാരിക സമ്മേളനങ്ങളും പൂർത്തിയായി. കിഴക്കൂലോം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തുളിർവനം ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി പൂക്കാർ സംഘം കുന്നുകയറി കിഴക്കൂലോത്തെത്തി. ക്ഷേത്രസന്നിധിയിൽ മുന്നായരീശ്വരന്റെ തിറ അരങ്ങിലെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.